മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റപ്പോൾ 293 സീറ്റുകളാണ് ഇന്ത്യക്ക് അന്നുണ്ടായിരുന്നത്. കടുത്ത വെല്ലുവിളി തീർത്തു. തൃണമൂൽ കോൺഗ്രസിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം യഥാർത്ഥത്തിൽ ആ പ്രതിസന്ധിയിൽ നിന്നും വലിയ തരത്തിലുള്ള ഒരു നേട്ടമാക്കാനാണ് NDA ശ്രമിക്കുന്നത്. കാരണം അവരുടെ അംഗസംഖ്യയിൽ വലിയ തരത്തിലുള്ള വർധന ഉയരുകയാണ്. 311 നിലവിലെ കണക്കനുസരിച്ച് 311 ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 20 തൃണമൂൽ അംഗങ്ങൾ 20 അംഗങ്ങൾ എന്ന് പറയുന്നത് അത് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ 313 ആവും. ആ രീതിയിൽ അംഗസംഖ്യ മാറുന്നു എന്നാണ് സാഹചര്യം. അതായത് കഷ്ടിച്ച് ഭൂരിപക്ഷം ഒപ്പിച്ചു വന്ന NDAക്ക് ഇപ്പോൾ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നീക്കം കൂടിയായി മാറുകയാണ്. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 313 ഉണ്ടാകും. ഒരുപക്ഷെ 20-22 വിമത അംഗങ്ങൾ തൃണമൂലിൽ നിന്ന് BJPക്കൊപ്പം ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഇപ്പോൾ ബദൽ നീക്കം എന്നത് അത് യഥാർത്ഥത്തിൽ BJPയുടെ ഭാഗമാകുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നടക്കുന്നത്. പാർലമെൻറ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ ഗണ്യമായി മാറ്റിമറിക്കാമെന്നതാണ് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ. 2024 NDAക്ക് 293 സീറ്റുകളാണ് ലഭിച്ചത്. അതിൽ BJPക്ക് 240 സീറ്റുകൾ മാത്രമുണ്ടായിരുന്നെങ്കിൽ സഖ്യകക്ഷികളുടെ പിന്തുണ അന്ന് നിർണായകമായിരുന്നു. ഇപ്പോൾ ഈ കഖോലി ഘോഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കം സ്വാഭാവികമായും അവരെ ഇന്ത്യയുടെ ഭാഗമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. അതപ്പോൾ 20 എന്നുള്ളത് 22 അംഗങ്ങളായി തന്നെ അത് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി 300 ഒരുപക്ഷെ കടന്ന് സുഗമമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളൊക്കെ പാർലമെൻറ്റിൽ നിന്നുണ്ടാവണമെങ്കിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. പക്ഷേ 3/2 ഭൂരിപക്ഷം കിട്ടില്ല. ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 543 3/2 ഭൂരിപക്ഷം വേണമെങ്കിൽ 362 വോട്ടുകൾ വേണം. ഇവിടെ തൃണമൂൽ വിമതരുടെ പിന്തുണ ലഭിച്ചാലും NDA എപ്പോഴും ആ സംഖ്യയിലെത്തുന്നില്ല. പക്ഷേ 293 നിന്നും 313 അതല്ലെങ്കിൽ 315 വരെയുള്ള ഉയർന്ന ഒരു രീതിയിലേക്ക് വരുന്നത് കൂടുതൽ ബില്ലുകളൊക്കെ പാസ്സാക്കാൻ സർക്കാരിന് കൂടുതൽ ശക്തി പകരുമെന്നാണ് സാഹചര്യം. അപ്പോൾ ചുരുക്കത്തിൽ ബംഗാളിലെ പുതിയ നിയമസഭയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ NDAക്ക് ദേശീയ തലത്തിൽ തന്നെ നേട്ടമാകുന്നു എന്നതാണ്. പാർലമെൻറ്റിൽ ലോക്സഭയിൽ കൂടുതൽ കരുത്ത് തെളിയിക്കാൻ മോഡി സർക്കാരിന് കഴിഞ്ഞു ഈ നമ്പർ എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.